നമസ്കാരം, എന്റെ പേര് ഷാരോൺ മറിയം കോശി. ഞാൻ റീസെന്റ് ആയിട്ടാണ് DH എക്സാം പാസ്സായത്. ഞാൻ എക്സാം പാസ്സായത് ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലൂടെ മാത്രമാണ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ആൻഡ്രൂസ് മെഡ്വെഞ്ചർ അക്കാഡമിയിലാണ് ഞാൻ ചേർന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഡോക്ടർ ആൻഡ്രൂസ് സാറിന്റെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു നോൺ മെഡിക്കൽ ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ മലയാളം ക്ലാസ്സുകാരൻ എടുത്തിരുന്നത്. അതുപോലെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരുന്നു. അതും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് സിലബസ് എല്ലാം മനസ്സിലാവും. പിന്നെ ആപ്പ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ആപ്പാണ്. ഞാൻ എല്ലാവർക്കും എന്റെ ഓൾമോസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തു ഞാൻ എക്സാം പാസ്സായതിനു ശേഷം. പിന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. കാരണം ആ ആപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ആൻഡ്രൂസ് സാറിന്റെ മെഡ്വെഞ്ചർ അക്കാഡമിയിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. അത് ഞാൻ ഗ്യാരണ്ടി. പിന്നെ അതിൽ മെയിനായിട്ട് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സാറിന്റെ ക്ലാസ് ഒന്ന് കേൾക്കുക. ജസ്റ്റ് കേട്ടുവിടുക, നമുക്ക് എല്ലാം മനസ്സിലാവും ഓൾമോസ്റ്റ്. പിന്നെ ഫാർമക്കോളജി ഒക്കെ ആകുമ്പോൾ ഓർത്തിരിക്കാൻ പാടായതുകൊണ്ട് സാറാണെങ്കിൽ ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു ഹിന്റ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തലയിൽ ഇരിക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോസ്റ്റ് റീസെന്റ് ആഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. പിന്നെ റീസെന്റ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ അപ്ഡേറ്റഡ്, പിന്നെ കാൽക്കുലേഷൻസ് എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉണ്ട്. മെയിനായിട്ട് ഈ ക്ലാസ്സസ് കേട്ട് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു പാസ് ആവുമെന്ന് നമുക്ക് തോന്നും. പിന്നെ ഈ ആപ്പിൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. അതിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കുറേ ഫോൾഡേഴ്സ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ് ആവാൻ പറ്റും. ആൻഡ്രൂ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഈ മോസ്റ്റ് റീസെന്റ്ലി ആഡഡ് ഫയൽസിൽ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഫയൽസിൽ നമ്മൾ നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കിട്ടും. ഇതിന് കുറച്ചൊക്കെ ചോദിച്ചു. പിന്നെ എന്റെ എക്സാം എന്ന് പറയുമ്പോൾ കുറച്ച് പാടായിരുന്നു, കുറച്ച് ഓക്കെ ആയിരുന്നു എന്ന് പറയാം. ലൈക്ക് കുറെ കേസസ് ഉണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻസ് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻസ് ഫോളോസും ഉണ്ട്. അത് നോക്കിയാൽ നമുക്ക് എളുപ്പം. എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് കാൽക്കുലേഷൻസ് കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോയത് ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നു, DH ആര് എഴുതാൻ ആഗ്രഹിക്കുന്നു അവരെല്ലാം ഡോക്ടർ ആൻഡ്രൂസ് സാറിന്റെ മെഡ്വെഞ്ചർ അക്കാഡമിയിൽ ചേരണം.